Hi students, welcome back. In the last classes we have discussed about UV spectroscopic techniques, lambda max calculations, that's Woodward-Fisher rule for dye-in systems, etc. Today we will discuss about another spectroscopic technique, that is NMR, introduction to NMR. Okay, NMR is nuclear magnetic resonance spectroscopy. Okay, for nuclear magnetic resonance, that is three words are there. That is the nucleus, that means that is related to the nucleus. For nucleus relate means it's related to the structure of an atom. അതുപോലെ magnetic means that is related to the magnetic field. And related to resonance is that matches with the two frequencies. നമ്മൾ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിൽ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് വേറൊരു റെസൊണൻസ് പറയുന്നുണ്ട്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഫ്രീക്വൻസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. രണ്ട് ഫ്രീക്വൻസീസ് സിമിലർ ആകുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. എന്താണ് a structure of an atom that contains electrons? We know that electrons are negatively charged particles and protons are positively charged particles and neutrons are chargeless species അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദി ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇത് മാത്രമല്ല വേറെയും ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. മെയിനായിട്ടും പറയുന്നത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദി ന്യൂക്ലിയസ്. അപ്പോൾ ഇതിനകത്ത് പ്രോട്ടോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്, ദെയർഫോർ അവർ ന്യൂക്ലിയസ് ഹാവ് എന്ത് ചാർജ് ആയിരിക്കും? ദാറ്റ് ഓൾസോ ഹാവ് ദ പോസിറ്റീവ് ചാർജ്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് എങ്ങനെ ആയിരിക്കും അതിനകത്ത് വന്നിരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇത് കൂടാതെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ദ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ആൻഡ് ദേ റൊട്ടേറ്റ് ഇറ്റ് സെൽഫ് ഇൻ ദാറ്റ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ ഈ ഇലക്ട്രോണുകൾ ലൈക്ക് അവർ സോളാർ സിസ്റ്റം, അതായത് നമ്മുടെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റുന്നുണ്ട്, സോളാർ സിസ്റ്റത്തെ പോലെ. അതുപോലെ തന്നെ എർത്ത് അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ നമ്മുടെ ഇലക്ട്രോണുകൾ അവിടെ ആ ഒരു ഇറ്റ്സെൽഫ് ഒരു സ്പിന്നിങ് നടക്കുന്നുണ്ട്. അങ്ങനെയും ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും? therefore then they will have an angular momentum. Because of this rotation, this electron have an angular momentum, that is square root of s into s plus 1 into h by 2 pi. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കാര്യങ്ങളാണ്. Here h is the Planck's constant and s, what is s? s is the spin quantum number of electrons അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രോണിൻ്റെ കാര്യം. അപ്പോൾ ഇതുപോലെ തന്നെ എന്തിനും സംഭവിക്കാറുണ്ട്? ലൈക്ക് ദിസ് ദ ന്യൂക്ലിയസ് ഓൾസോ സ്പിൻ ഇൻ ഇറ്റ്സ് പൊസിഷൻ. നമ്മുടെ ഇലക്ട്രോണുകൾ സ്പിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ന്യൂക്ലിയസ് ഓൾസോ സ്പിൻ ഇൻ ഇറ്റ്സ് പൊസിഷൻ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? therefore it has an angular momentum. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂക്ലിയസിനും ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് i into i plus 1 into h by 2 pi. ഓക്കെ, അപ്പോൾ ഹിയർ ദ ഐ ഈസ് ദി സ്പിൻ ക്വാണ്ടം നമ്പർ ഓഫ് ദ ന്യൂക്ലിയസ്. നേരത്തെ എസ് നമ്മൾ സ്പിൻ ക്വാണ്ടം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഹിയർ ഐ ഈസ് ദ സ്പിൻ ക്വാണ്ടം നമ്പർ ഓഫ് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ ആയിട്ടാണ് നമ്മൾ ഐയെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതേപോലെ നമുക്കറിയാം എന്താണ്? ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോൺസ് എസ് ഹാസ് ഫിക്സഡ് വാല്യൂസ്. നമ്മൾ പഠിച്ചു എസ്സിന് ഫിക്സഡ് വാല്യൂസ് ആണ്. ഏതിന്? ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ഈസ് -½ ആൻഡ് +½ വി നോ ദാറ്റ്. ബട്ട് ഇൻ കേസ് ഓഫ് ദിസ് ന്യൂക്ലിയസ് ദിസ് ഐ വാല്യൂ മേ വേരി. ഓക്കെ, അതിന് സോ മെനി വാല്യൂസ് ഉണ്ടായിരിക്കും. അതായത് ന്യൂക്ലിയസിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ വാല്യൂസ് ആർ വേരി. ഓക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് എവറി ആറ്റം ഹാസ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് അല്ലേ. ഓരോ ആറ്റത്തിനും ഒരുപോലെ ആയിരിക്കില്ലല്ലോ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ഒന്നും വരുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് എന്ത് സംഭവിക്കുന്നു? ദ ഐ വാല്യൂ മേ വേരി.
അപ്പോൾ അതുകൊണ്ടാണ് മറ്റേതിനകത്ത് അങ്ങനെയല്ല വരുന്നത്. ഇലക്ട്രോണുകൾക്ക് -12 +12 ആ രണ്ട് സ്പിന്നേ വരുള്ളൂ. പക്ഷേ ന്യൂട്രോണിൻ്റെ കേസിൽ പ്രോട്ടോണുകളുടെ എണ്ണം മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കാം? ന്യൂട്രോണുകളുടെ എണ്ണം മാറുന്നതിനനുസരിച്ച് ന്യൂട്രോൺ അല്ലേ നമ്മുടെ ന്യൂക്ലിയസിലുള്ളത്, അതുകൊണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ദി ഐ വാല്യൂ മേ വേരി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം, ഇതിൻ്റെയൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇനി നമ്മുടെ ഈ NMR സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് സ്പിൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ബിക്കോസ് ഓഫ് ദിസ് സ്പിന്നിങ് ഓഫ് ന്യൂക്ലിയസ് എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ജനറേറ്റഡ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. സ്പിന്നിങ് നടക്കുന്നത് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോട്ടോൺസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ്, ദാറ്റ് വിൽ ആക്ട് ആസ് എ ടൈനി മാഗ്നറ്റ്. ഒരു ടൈനി മാഗ്നറ്റ് ആയിട്ട് പ്രോട്ടോണുകൾ ആക്ട് ചെയ്യാൻ തുടങ്ങും. മാഗ്നറ്റ് മീൻസ് അതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകും. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് സെക്കൻഡ് വൺ. ആ ഒരു ജനറൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പിന്നിങ് നടക്കാം, ന്യൂക്ലിയസിന് സ്പിന്നിങ് നടക്കാം. അതുകൊണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും അറൗണ്ട് ദ ന്യൂക്ലിയസ്. ദെയർഫോർ ദിസ് protons that will act as a tiny magnet. Okay, ini the number of protons present will randomly arranged without the external magnetic field. അപ്പോൾ ആ ന്യൂക്ലിയസിനകത്തുണ്ടായിരിക്കുന്ന പ്രോട്ടോണുകൾ റാൻഡംലി അറേഞ്ച്ഡ് ആയിരിക്കും. എങ്ങനെ? എപ്പോൾ? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ദിസ് പ്രോട്ടോൺസ് വിൽ റാൻഡംലി അറേഞ്ച്ഡ്. അതായത് അത് ഏതെങ്കിലുമൊക്കെ റാൻഡംലി അറേഞ്ച്ഡ് മീൻസ് അതിൻ്റെ ഡയറക്ഷൻ പല രീതിയിലായിരിക്കും. ഒരു പെർഫെക്റ്റ് അറേഞ്ച്മെൻ്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു ജനറൽ എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതായത് ഇഫ് വി ഹാവ് 2 മാഗ്നറ്റ്സ്. അപ്പം നമ്മളിത് കൊച്ചുകുട്ടിയെ കൂടി അറിയാവുന്ന കാര്യമാണ്. എന്താണ്? നമ്മുടെ 2 മാഗ്നറ്റ്സ്. ഓക്കെ, അതിന് ഒരു നോർത്ത് പോൾ, സൗത്ത് പോൾ, ഇങ്ങനത്തെ 2 മാഗ്നറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഇതിൽ ഒരു മാഗ്നറ്റ് മറ്റൊരു മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? when one magnet come close to the another magnet, then it shows some effect on the magnet. അല്ലേ, ഒരു ചെറിയൊരു ഒരു ഇഫക്റ്റ് അവിടെ സംഭവിക്കാറുണ്ടല്ലോ. നോർത്ത് പോൾ വന്നാലും സൗത്ത് പോൾ വന്നാലും അല്ലേ, ഒരു ഇഫക്റ്റ് അവിടെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ രണ്ടും ഒരേ പോളാണ് അടുത്തേക്ക് വരുന്നതെങ്കിൽ what will happen? then the north pole will be attracted towards the south pole. അപ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ത് ചെയ്യും? മാറും. ഓറിയൻറ്റേഷൻ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാം, ഹിയർ വി ക്യാൻ സേ ദാറ്റ് വൺ മാഗ്നറ്റ് ക്യാൻ അഫക്റ്റ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ദി അതർ മാഗ്നറ്റ്. അല്ലേ, ഒരു മാഗ്നറ്റ് മറ്റേ മാഗ്നറ്റിൻ്റെ ഓറിയൻറ്റേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ രീതിയിലിരിക്കുന്ന മാഗ്നറ്റ് ആണെങ്കിൽ മറ്റൊരെണ്ണം അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഓറിയൻറ്റേഷൻ വേറൊരു ഡയറക്ഷനിലേക്ക് മാറ്റിയിരിക്കും. അല്ലേ, അപ്പോൾ ലൈക്ക് ദിസ് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് നമ്മുടെ ന്യൂക്ലിയസിൻ്റെയും ആ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് മറക്കരുത്. രണ്ട് മാഗ്നറ്റുകൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം മറ്റതിൻ്റെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓറിയൻറ്റേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ഫീൽഡിനകത്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ദിസ്, വെൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്, then the nuclei will be aligned either with or against the external magnetic field. നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ അകത്തുള്ള പ്രോട്ടോൺസ് റാൻഡംലി അറേഞ്ച്ഡ് അല്ലേ, പല ഡയറക്ഷനിലായിരുന്നു അറേഞ്ച് ചെയ്ത് കിടന്നിരുന്നത്. അതിനെ നമ്മുടെ ന്യൂക്ലിയസിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് നിങ്ങൾ വെക്കുവാണ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾ ഒരു നമ്മുടെ ന്യൂക്ലിയസിനെ വെക്കുന്നു. Okay, then അല്ലെങ്കിൽ external magnetic field is applied. Then what will happen in this? ഈ ഫിഗറിനകത്ത് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മുടെ ന്യൂക്ലിയസ് വരികയാണെന്നുണ്ടെങ്കിൽ what will happen there? Here the most of the protons will align പാരലൽ ടു ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അത് ഈ ഡയറക്ഷനിലൊക്കെ കിടന്നിരുന്ന റാൻഡംലി അറേഞ്ച് ചെയ്തിരുന്ന പ്രോട്ടോണുകൾക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലേക്ക് മോസ്റ്റ് ഓഫ് ദ പ്രോട്ടോൺസ് വിൽ അലൈൻ. അതേ ഡയറക്ഷനിൽ പാരലലായിട്ട് നമ്മുടെ പ്രോട്ടോണുകൾ അറേഞ്ച് ചെയ്യപ്പെടും. ഓക്കെ, ദാറ്റ് അലൈൻമെൻറ്റ് ഈസ് കാൾഡ് ആൽഫ സ്പിൻ സ്റ്റേറ്റ്. Clear? Okay, this is the most stable state and that is associated with a lesser amount of energy.
ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ്, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുവാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പ്രോട്ടോൺസ് ഏത് ഡയറക്ഷനിൽ കിടന്നിരുന്നാലും, ഇങ്ങനെ കിടന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടതാണ് പിക്ചറിൽ, അങ്ങനെയൊക്കെ കിടക്കുന്ന പ്രോട്ടോണുകൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെടും. That is called alpha spin state. This is the most stable state and it has lesser amount of energy, smaller amount of energy മതി. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് കാൾഡ് ആൽഫ സ്പിൻ സ്റ്റേറ്റ്. ഇനി ഈ ഒരു അലൈൻമെൻറ്റ് മാത്രമല്ല അവിടെ ഉണ്ടാവുക. ചില പ്രോട്ടോണുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട്, സം പ്രോട്ടോൺസ് വിൽ അലൈൻ ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ചില പ്രോട്ടോണുകൾ അലൈൻ ചെയ്യപ്പെടാം. That is called beta spin state. That requires that is associated with a higher amount of energy and is less stable state. അപ്പോൾ most of the cases the protons will align parallel to the external magnetic field and in some cases some protons will align opposite to the applied magnetic field. അപ്പോൾ പാരലൽ ആയിട്ട് വരുന്നതിനെ നമ്മൾ എന്ന് പറയും ആൽഫ സ്പിൻ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ദ സ്റ്റേബിൾ സ്റ്റേറ്റ്, less amount of energy, and some will align opposite and it is called beta spin state and it is less stable state and it requires a higher amount of energy. അവിടെ എനർജി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ അലൈൻമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതാണ് ശരിക്കും നമ്മുടെ NMR നടക്കുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ടു ദിസ് ഇപ്പോൾ ഇത്ര നമ്മൾ ഈ അലൈൻമെൻറ്റിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കി. ഇനി ഈ ഫീൽഡിലേക്ക് when we start applying radio frequencies, RF frequencies നമ്മൾ ഈ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, NMR വർക്ക് ചെയ്യുന്ന എവിടെയാണ്, റേഡിയോ ഫ്രീക്വൻസി റീജിയൻസിൽ. ഓക്കെ, അപ്പോൾ വെൻ വി സ്റ്റാർട്ട് അപ്ലൈയിങ് റേഡിയോ ഫ്രീക്വൻസീസ്, നമ്മൾ RF ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും, ദെൻ ദ മാഗ്നറ്റ് വിൽ ചേഞ്ചസ് ഇറ്റ് സ്പിൻ. ഓൾറെഡി പാരലായിട്ട് അലൈൻ ചെയ്ത് നിന്നിരുന്ന നമ്മുടെ മാഗ്നറ്റ്സ് എന്ത് സംഭവിക്കും, അത് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യപ്പെടും. ഓൾറെഡി ഈ ഡയറക്ഷനിൽ നിന്നിരുന്ന മാഗ്നറ്റ്സ് RF ഫ്രീക്വൻസീസ് നമ്മുടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും അവിടെ ഉണ്ട്. അതേ ഫീൽഡിലേക്ക് നമ്മൾ RF ഫ്രീക്വൻസിയും കൂടെ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഓഫ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഹാസ് ആൻ അലൈൻമെൻറ്റ് അല്ലേ, പാരലൽ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ RF ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യും. ഡയറക്ഷൻ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യപ്പെടാം. 180 ഡിഗ്രി റൊട്ടേഷൻ നടന്നിട്ട് അതിൻ്റെ ഓറിയൻറ്റേഷൻ വിൽ ചേഞ്ചസ്. ദെൻ that is there will be a flipping happen അല്ലേ, ഒരു 180 ഡിഗ്രി ഫ്ലിപ്പിംഗ് അവിടെ നടന്നു. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന അലൈൻമെൻറ്റിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറി. അതായത് ആൽഫ സ്റ്റേറ്റിൽ നിന്നും ബീറ്റ സ്റ്റേറ്റിലേക്ക് മാറി. അപ്പോൾ RF ഫ്രീക്വൻസി വരുമ്പം അങ്ങനെ അവിടെ ഒരു റൊട്ടേഷൻ സംഭവിക്കാറുണ്ട്, ഒരു ഫ്ലിപ്പിംഗ് നടക്കുക, സ്പിന്ന് റിവേഴ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ സ്പിൻ റിവേഴ്സൽ നടക്കുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ നടന്നത്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ അവിടെ എനർജി കുറവായിരുന്നു അല്ലേ, നമ്മുടെ പാരലൽ ഡയറക്ഷൻ എനർജി ആൽഫ സ്റ്റേറ്റിൽ എനർജി കുറവെന്നല്ലേ പറഞ്ഞത്. ആ ആൽഫ സ്റ്റേറ്റിൽ നിന്നും അത് ഹയർ എമൗണ്ട് ഓഫ് സ്റ്റേറ്റിലേക്കാണ് വന്നത്, എനർജി കൂടുതലുള്ള ബീറ്റ സ്റ്റേറ്റിലേക്കാണ് വന്നത് അല്ലേ. ദിസ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ലോവർ എനർജി സ്റ്റേറ്റ് ടു ഹയർ എനർജി സ്റ്റേറ്റ്, സം എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്ഫർ മേ ഒക്കർ. എന്തായിരുന്നാലും അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാവാം. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഡെൽറ്റ ഇ. ഒരു എനർജി ഡിഫറൻസ് അവിടെ എന്തായാലും എനർജി ട്രാൻസ്ഫർ നടന്നാൽ മാത്രമേ ആ ഒരു ലോവർ സ്റ്റേറ്റിൽ നിന്നും ഹയർ സ്റ്റേറ്റിലേക്ക് ഒരു ഫ്ലിപ്പിംഗ് നടക്കുകയുള്ളൂ. ഇനി വെൻ ദിസ് ഫ്രീക്വൻസീസ് മാച്ചസ് ഈച്ച് അതർ, അപ്പോൾ അവിടെ വരുന്ന ആ ഒരു ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്ന സമയത്ത് വെൻ ദിസ് ഫ്രീക്വൻസീസ് മാച്ചസ് ഈച്ച് അതർ ദെൻ ദ റേഡിയോ വേവ്സ് വിൽ ബി അബ്സോർബ്ഡ് ബൈ ദ പ്രോട്ടോൺ. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത റേഡിയോ വേവ്സിനെ അതിനകത്തുള്ള പ്രോട്ടോണുകൾ അബ്സോർബ് ചെയ്യും. ആ വരുന്ന അബ്സോർബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അബ്സോർബ്ഡ് ബൈ ദ പ്രോട്ടോൺസ് ആൻഡ് വി വിൽ ഗെറ്റ് ദ NMR പീക്ക്. അതിൻ്റെ അവിടെ ആ വരുന്ന RF ഫ്രീക്വൻസി അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടുന്ന NMR പീക്കുകളായിട്ട് നമുക്ക് റിസൾട്ട് തരും. ഇതാണ് ശരിക്കും NMRനകത്ത് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ അവിടെ രണ്ടും വരുന്നുണ്ട്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, RF ഫ്രീക്വൻസിയും കൊടുത്തു. RF ഫ്രീക്വൻസി വരുമ്പോഴത്തേക്കും അവിടെ അലൈൻമെൻറ്റിന് വേരിയേഷൻ വന്നു. അതായത് എന്താ സംഭവിക്കുന്നത്, ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് ഒരു ഫ്ലിപ്പിംഗ് നടന്നു. ദാറ്റ് ഈസ് ദെർ വിൽ ബി ആൻ എനർജി ട്രാൻസ്ഫർ.
ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് വെൻ ദിസ് ഫ്രീക്വൻസീസ് ആർ മാച്ചസ് ഈച്ച് അതർ, അതിൻ്റെ ഫ്രീക്വൻസി മാച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന RF വേവ്സിനെ ദാറ്റ് ആർ അബ്സോർബ്ഡ് ബൈ ദ പ്രോട്ടോൺസ് ആൻഡ് വി വിൽ ഗെറ്റ് ദി NMR പീക്ക്. പ്രോട്ടോണുകൾ RF ഫ്രീക്വൻസി അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് NMR പീക്കുകളായിട്ട് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ പീക്ക് NMR സ്പെക്ട്രം എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? ലൈക്ക് ദിസ്. അതായത് സിഗ്നലുകളായിട്ടായിരിക്കും കിട്ടുക. അതായത് എ പ്ലോട്ട് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ. RF ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യപ്പെടാമല്ലോ പ്രോട്ടോണുകൾ. എ പ്ലോട്ട് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ വേഴ്സസ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിലല്ലേ വെച്ചിരിക്കുന്നത്. വിത്ത് റെഫറൻസ് ടു TMS. TMS മീൻസ് ടെട്രാമീഥൈൽസിലേറ്റ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം TMS എന്താണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് NMR സ്പെക്ട്രം കിട്ടുക. ലൈക്ക് ദിസ് സിഗ്നലുകളായിട്ടായിരിക്കും കിട്ടുക. അതിന് എല്ലാത്തിനകത്തും ഒരു TMSൻ്റെ പീക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ അഗൻസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ്. ലൈക്ക് ദിസ് വി വിൽ ഗെറ്റ് ദി NMR സ്പെക്ട്രം. അപ്പം ഇതാണ് NMR സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ പോർഷൻസ് ക്ലിയർ ആണല്ലോ അല്ലേ? എന്താണ് അതിനകത്ത് വരുന്നത്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.